ഇപ്പോൾ നമുക്കറിയാം ഈ പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ടുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പാർട്ടി എത്ര വേഗമാണ് പാർട്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ച ആളെ പുറത്താക്കിക്കൊണ്ട് തീരുമാനമെടുത്തത്. അതിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ ആൾ ഇപ്പോഴും പാർട്ടിയിൽ തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് പോകാൻ, അതായത് ഒരു നടപടി എടുക്കാൻ എപ്പോൾ എടുക്കണം എന്നുള്ള പാർട്ടിക്ക് വേഗത്തിലെടുക്കാനും അറിയാവുന്നതാണ്. പക്ഷേ ഈ വിഷയത്തിൽ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നിന്നും നല്ല പരാമർശങ്ങൾ, പത്മകുമാറിനെതിരെ അതിരൂക്ഷമായ പരാമർശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അത് ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ കൂടിയും സ്വാധീന ശക്തിയുള്ള ആളാണ്, പുറത്തേക്ക് ഇറങ്ങിയാൽ ആ സ്വാധീനം ഉപയോഗിച്ച് വെക്കാം എന്ന് കോടതി പറയുകയൊക്കെ ചെയ്തിരിക്കുമ്പോൾ ആ സ്വാധീനം എവിടെയാണ് എന്ന് നമ്മുടെ മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അങ്ങനെ ആ പാർട്ടിക്കാരെ സംരക്ഷിക്കുന്നുണ്ടോ? പത്മകുമാറും പാർട്ടി നേതാവാണ്, എൻ വാസുവും അതെ, കെ പി ശങ്കർദാസും അതെ, എൻ വിജയകുമാറും അതെ. ശങ്കർദാസ് CPI ആണ്, മുരാരി ബാബു UDFിന്റെ സർവീസ് സംഘടനയിൽ നിന്ന് പിന്നീട് LDF സംഘടനയിലേക്ക് വന്നയാളാണ്, KS ബൈജു ഉണ്ട്, D സുധീഷ് കുമാർ. ഇവർക്ക് രാഷ്ട്രീയ പങ്കാളിത്തമുള്ളതായി അറിയില്ല. പക്ഷേ ഇത്രയും പേരെങ്കിലും CPIയുമായി ബന്ധപ്പെട്ട ആരോപണ വിധേയരായവരാണ്. അപ്പോൾ അവർ പാർട്ടിയുമായി ബന്ധപ്പെട്ട് അവർക്ക് പാർട്ടി അവരെ പുറന്തള്ളുകയാണ് എങ്കിൽ ഈ ഒരു പ്രശ്നമേ ഉദിക്കുന്നില്ലായിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ പൂർണ്ണമായും ക്ലീൻ ഇമേജ് പാർട്ടിക്ക് കിട്ടുമായിരുന്നു. ഏത് കാലയളവിലാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത് എന്നതാണല്ലോ ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യം. ശബരിമലയുമായി ബന്ധപ്പെട്ട് കാലാകാലങ്ങളായി പലതരത്തിലുള്ള ക്രമക്കേടുകളും വൻതോതിലുള്ള അഴിമതിയും നടക്കുന്നു എന്നുള്ളത് നമ്മുടെ യാഥാർത്ഥ്യമാണ്. അതിൻ്റെയൊക്കെ കിങ് പിന്നായിരിക്കുന്നത് ഉറപ്പായിട്ടും തന്ത്രിയാണ് എന്നുള്ള കാര്യത്തിലും എനിക്ക് തർക്കമില്ല.